നമസ്കാരം. കരുനാഗപ്പള്ളി ലാലാ ജംഗ്ഷൻ പടിഞ്ഞാട്ട് പോകുമ്പോൾ കുറച്ച് ദൂരം പോകണം. ഒരു 5 കിലോമീറ്ററെങ്കിലും ദൂരം പോകേണ്ടി വരും കേട്ടോ. പണിക്കരോട് പാലമുണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഈ സ്പാനിഷ് മസാല എന്ന് പറയുന്ന കട നിൽക്കുന്നത്. ചെറിയൊരു കടയാണ്, തട്ടുകട സെറ്റപ്പാണ്. വിപുലമായിട്ടുള്ള തട്ടുകടയെന്ന് പറയാം. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയാണ് കയറിയത് സത്യം പറഞ്ഞാൽ. അപ്പോൾ കയറിയ സമയത്ത് പൊറോട്ട അടിക്കുന്ന കണ്ടപ്പോൾ പൊറോട്ട അടിക്കണമെന്ന് തോന്നിയപ്പോൾ അവിടെ നിന്നൊരാൾ, അവിടുത്തെ തൊഴിലാളിയാണോ മുതലാളിയാണോ എന്ന് അറിയത്തില്ല, പുള്ളിക്കാരൻ പറഞ്ഞ് എല്ല് കറി സൂപ്പറാണെന്ന് പറഞ്ഞു അവിടുത്തെ. അങ്ങനെ എല്ല് കറി ഞങ്ങൾ വാങ്ങിച്ചു. വളരെ ചൂടായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. കഴിച്ചപ്പോൾ വളരെ ഗംഭീരമായിട്ട് തോന്നി. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ബീഫ് കറി സൂപ്പറായിരുന്നു. ബീഫ് എല്ല് കറി അടിപൊളിയായിരുന്നു. ഈ ബീഫ് എല്ല് കറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കരുതിയെന്ന് വെച്ചാൽ എല്ല് മാത്രമേ കാണൂ എന്നാണ്. പക്ഷേ എല്ല് മാത്രമല്ല, എല്ലിനൂടെ മീറ്റും ഉണ്ട്. നല്ലതായിരുന്നു. അപ്പോൾ ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ട് ഈ ഒരു എല്ല് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുമ്പ് ഞാനിവിടുത്തെ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടുകട സെറ്റപ്പാണ്. അത് കാരണം വൃത്തിയും ആംബിയൻസൊന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് ആരും വരരുത്. സാധാരണ ചെറിയ തട്ടുകടകളിലും അതുപോലെ ചെറിയ ഹോട്ടലുകളിലൊക്കെ ലഭിക്കാവുന്ന സംഭവങ്ങളെ ഇവിടെയുള്ളൂ. ഇവിടുത്തെ ഫുഡിന് നല്ല അഭിപ്രായമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. നമ്മൾ ഇതിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കയറാറുണ്ട്. ഇതുവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുത്തിരുന്നത്. എന്തായാലും നിങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സ്ഥലം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷൻ പടിഞ്ഞാട്ട് വരുമ്പോൾ പോക്കാട്ടുമുക്കിനും പണിക്കരകടവ് പാലത്തിന് ഇടയ്ക്കാണ് കടത്തി. വലിയ ദൂര വ്യത്യാസമില്ല.